സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് സാക്ഷാത് ഗുരുഭവനപുരേ ഗന്ധവ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി. ശ്രീമദ് നാരായണീയത്തിൽ 57 കഴിഞ്ഞു. ദശകം 58 ദാവാഗ്നി മോചനമാണ്. ഏതാനും ശ്ലോകങ്ങൾ ബാക്കി ഋതുവർണ്ണനം. അതായത് ഈ കാവ്യങ്ങളിലൊക്കെ പണ്ട് ഋതുവർണ്ണനം ഒരു പ്രധാന വിഷയമായിട്ട് വരാറുണ്ട്. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണല്ലോ കഥകൾ മുന്നോട്ട് പോവുക. അപ്പോൾ 6 ശ്ലോകം കഴിഞ്ഞ് 7 മുതൽക്ക് ഋതുവർണ്ണനാണ്. 6 ശ്ലോകവും ദാവാഗ്നി കാട്ടുതീയെ മോചിച്ച കഥയാണ് പറയണത്. വാൽമീകി രാമായണത്തിലും ഉണ്ട് ഒരുപാട് കഥകൾ. അതിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് പോലെ തോന്നിയെന്നാണ്. സീതാവിരഹം വരുമ്പോഴാണ് അവിടെ ഋതുവർണ്ണനം വരിക. രാമൻ്റെ മനോഭാവം ദുഃഖമായതുകൊണ്ട് എല്ലാറ്റിനെയും അങ്ങനെ കണ്ട് ഋതുക്കളെ ശരത്കാലത്തെയും ഒക്കെ വർണ്ണിക്കാനാണ് ഒരു കുറേ സർഗങ്ങളുണ്ട് വാൽമീകം. പലതിലും ഉണ്ടായി ഋതുവർണ്ണനം. ഭാഗവതത്തിലുണ്ട്. എന്ന് വന്നാണല്ലോ നാരായണീയം. കഥകളുടെ ഇടയിൽ കുറച്ച് കാലാവസ്ഥയിലേക്ക് ഒരു പോക്ക്. നമ്മുടെ വിഷയം കാലാവസ്ഥയാവാറുണ്ട് പലപ്പോഴും. ഇല്ലേ, എന്താ അല്ലേ മഴ, എന്താ മഴ കണ്ടിരിക്കണ കാണണേ ഇല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ നമ്മുടെ ഒരു പ്രധാന വിഷയമാണ്. ഒരു അപകടമില്ലാത്ത വിഷയമാണ്. മനുഷ്യന്മാരെ കുറ്റം പറയുക, രാഷ്ട്രീയത്തിനെ കുറ്റം ഒന്നുമില്ലല്ലോ അതിൽ. ഇല്ലാത്തൊരു ടോപ്പിക്കാണ് കാലാവസ്ഥ എന്നാണ്. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാലിനി വൃത്തത്തിലാണ് പറയാൻ പോകുന്നത്. ഭാഗവതത്തിൽ ദശമസ്കന്ധം 19-ലെയും 20-ലും അധ്യായം. ദശമസ്കന്ധം 19-20 ഇതിവൃത്താണ് ഇതിൽ പറയണത്. തൈവികരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദനത വിളംബേ ധേനവസ്വൈരചാര തൃണകുതുക നിവിട്ടാദൂരദൂരം ചരന്ത്യ കിമപി വിപിനം ഐഷീകാഖ്യമീഷം ബഭൂ. മാലിനി 8 തട്ട് കട്ടണം മാലിനിക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 8 ഗണത്തിൽ യതി വരിക എന്നുള്ളതാണത്. ത്വൈവികരണലോലൈ അവിടെയാണ് ഒരു നിർത്തൽ വരിക. യതി ആണ് 8 തട്ടണം മാലിനിക്ക് എന്ന് പറയാൻ കാരണം. 4 2 5 2 8 തൊയ് വിഹരണ. അപ്പോൾ 4 2 6 2 8 നിർത്തൽ വരിക. തൊയ് വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമഥനത വിളംബേ തേനവസ്വൈരചാര. തൊയ് ബാലജാലേഹി ഇതിലുവടി ഗോപന്മാരുടെ കളിയിൽ അങ്ങനെ മുഴുകിയിട്ട് വിഹരണലോലം കളിയിൽ വ്യാപൃതനാവുക. അങ്ങനെ ലയിക്കും. ചുറ്റുപാടൊന്നും അറിയാണ്ട കുട്ടികൾ ചിലപ്പോഴേ ബാലജാലൈ വിഹാരത്തിൽ ലയിച്ച അങ്ങ്. പ്രലംബ പ്രമദനത വിളംബേ പ്രലംബ നിഗ്രഹം. അവൻ്റെ കഥ കഴിച്ചല്ലോ. കുറേ സമയമെടുത്തു, ലേശ സമയമെടുത്തു കൊല്ലാൻ. ആ സമയത്ത് എന്തുണ്ടായി? പശുക്കളിങ്ങനെ മേഞ്ഞ് എവിടെയോ എത്തി. ധേനവ സ്വൈരചാര ധേനവ ദൂരം ചരന്ത്യ. സ്വൈരമായി സ്വതന്ത്രമായി നിയന്ത്രണമില്ലാതെ സഞ്ചരിച്ചിരുന്ന പശുക്കൾ, ധേനുക്കൾ. ധേനവ ബഹുവചനാണ്. സ്വൈരചാര തൃണകുതുക നിവിഷ്ട ദൂരം ചരന്ത്യ. ദൂരത്തേക്ക് എത്തി. കുറച്ച് ദൂരം എവിടേക്കൊക്കെയോ അങ്ങോട്ട് പോയി ആ പശുക്കൾ. അപ്പം എന്തുണ്ടായി? എവിടെ എത്തി? ഐഷീകാഖ്യം വിപിനം. ഐഷീകം എന്ന് പേരുള്ള ഒരു കാട്. വൃന്ദാവനത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ചാണ് പോയപ്പോൾ അവരെവിടെ എത്തി? ഐഷീകം എന്ന് പേരുള്ള ഐഷീകാഖ്യം കിമപി വിപിനം. ഐഷീകം എന്നു പേരുള്ള വിപിനത്തിൽ ഈശാം ബഭൂ എത്തിച്ചേർന്നു.
എത്തിച്ചേർന്നു. ഈഷാം ബഭൂ ത്വയിഭിഹരണലോലേ ബാലജാലൈ, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ അങ്ങനെ ഭഗവാൻ മുഴുകി. പ്രലംബനെ കൊല്ലുമ്പോഴേക്ക് ഇവരെന്ത് ചെയ്തു? പ്രമഥനത വിളമ്പേ, കുറച്ച് താമസിച്ചു. വിളംബം താമസം. വിളമ്പ് സേ ചലത്തൈ ഹേ, വണ്ടി ലേറ്റായ ഇന്ത്യയിൽ അങ്ങനെ അനൗൺസ് ചെയ്യുക അല്ലേ? ദോ കണ്ട വിളംബ് സേ ചലത്തൈ ഹേ, 2 മണിക്കൂർ വൈകി ഓടുന്നു. പ്രമഥനസ വിളമ്പേ, കുറച്ചങ്ങനെ വൈകി. രേണുകാസുരനെ കൊന്നു വരുമ്പോഴേക്ക് അപ്പം എന്തുണ്ടായി? ഇവരെ എവിടേക്കൊക്കെ എത്തി. ധേനവ സ്വൈരചാര, സ്വൈരമായി സഞ്ചരിക്കുന്ന പശുക്കൾ. തൃണകുതുക നിവിഷ്ട, പുല്ലന്വേഷിച്ചിങ്ങനെ പോവും. പശുക്കൾ അങ്ങനെയാണല്ലോ, അന്വേഷിച്ച് ദൂരത്ത് എത്തുന്നത് അറിയില്ല ചിലപ്പോൾ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത് ഇനി എവിടെ പുല്ലുണ്ടാവുക. ഇതിങ്ങനെ അന്വേഷിച്ച് എവിടെ എത്തി? ഐഷീകാഖ്യം, ഐഷീകവനം, അവിടെ എത്തിച്ചേർന്നു പറയണം. അനധികത നിതൗക, കുറച്ച് വേഗത്തിൽ ഉച്ചരിക്കേണ്ട വാക്കുകളാണ്, നീട്ടി ചെല്ലേണ്ടതല്ല. അങ്ങനെയുള്ള വൃത്തങ്ങൾ പലതും ഉണ്ട് ഇല്ലേ? 3-ാമത്തെ വൃത്തത്തിൽ അങ്ങനെയാണ്. 3-ാമത്തെ ദശകത്തിൽ അങ്ങനെ കുറേ ഒരു വൃത്തം നമുക്ക് കാണാൻ പറ്റും. അതേപോലെയുള്ള കുറച്ച് വേഗത്തിൽ ഇങ്ങനെ അക്ഷരങ്ങൾ ചിരിക്കേണ്ട വൃത്തങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് വരിക. അതായത് അതിങ്ങനെയാണ് വരിക. പ്രഭൂതാദിവ്യാദിപ്രസവചലിതേ മാമകഹൃദി ത്വദീയം ദദ്രൂപം പരമസുഖചിദ്രൂപമുദയാൻ പഠന്തോ നാമാനി പ്രമദഭരതിന്ദോ നിപതിത. കണ്ടോ? വേഗം ചെല്ലണം. പ്രമദഭരതിന്ദോ നിപതിത അനധികത നിദാഘ ക്രൗര്യ വൃന്ദാവനാൻ. ചിലിച്ചലേ കിട്ടൂ. അനധികത നിദാഘ, അക്ഷരങ്ങളൊക്കെ തെറ്റാൻ സാധ്യതയുള്ള ഒരു വൃത്തമാണ് കേട്ടോ. അനധികത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിരിതമുപയാത കാനനം ദേനവർത്ത തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുല തമ്പമാബു. അയച്ച് പഠിക്കേണ്ട ഒരു വൃത്തമാണ്. അനധികത നിദാഘ, വേനൽക്കാലത്തെ ഇവിടെ കാലാവസ്ഥ വരുന്നുണ്ട്. വെയിലിൻ്റെ ചൂട് തട്ടാത്ത വൃന്ദാവനത്തിൻ്റെ അതിൻ്റെയും അപ്പുറത്താണ് ഐഷീകവനം. അനധികത നിദാഘക്രൗര്യ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തെ ചൂട് ഏൽക്കാത്ത. ഇതം കാനനം ഉപയാത താ ധേനവ, ഈ ഐഷീകത്തിൽ എത്തിയ ധേനവ പശുക്കൾ ഭഗവാനെ പിരിഞ്ഞതിൽ നിന്ന് ദുഃഖിച്ചു. ആർക്കാ ദുഃഖമില്ലാണ്ടിരിക്കുക? തവ വിരഹ വിഷണ്ണ, എവിടെ തന്നെ സ്നേഹിച്ചിരുന്ന ആ കരുണാമയൻ, അടുത്ത് നിൽക്കുമ്പോൾ നല്ല ആനന്ദം തന്നിരുന്ന ആ മൂർത്തി എവിടെയാ എന്നൊരു ചിന്ത കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർക്ക് ഉണ്ടായുള്ളൂ. കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ. ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ തുരുവായിരുന്നു ഇങ്ങോട്ട് പോരാൻ തോന്നാത്ത ഭാഗ്യവാന്മാരുണ്ടെന്നാണ്. അവർക്ക് എത്രയേ പോരണ്ടെന്ന് തോന്നുള്ളൂ. അതൊരു അവിടെ ചെന്നാൽ ഇവിടുത്തെ ചിന്തയാവും. പക്ഷെ അത് ആ ഒരു രസം നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ അതിന് കരുണാമയനാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നും ഒരു കടാക്ഷം നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടുന്ന് പോരാനോ പോയാൽ വീട്ടിലത്തെ ചിന്ത ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ പെടാനുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല. ബുദ്ധിമുട്ടുണ്ട്. ഒരു ലിസ്റ്റുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കണം, ആരിപ്പം എന്നെ ഉണ്ടാക്കണമല്ലാണ്ട് ആരാ. അതിലിങ്ങോട്ട് പെട്ട് കിട്ടിയുണ്ടല്ലോ പിന്നെ നമുക്ക് അവിടുത്തെ തിന്മകൾ പോലും നമ്മുടെ മനസ്സിൽ കയറില്ല. ആ ആനന്ദമാണ്.
അങ്ങനെ ഒരു അവസ്ഥയാണ്. അത് ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗുരുവായൂരിലുള്ള ആ ഒരു അനുഭവം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ചില അനുഭവങ്ങളും കൂടി നമുക്ക് ഉണ്ടായാൽ തൊഴാൻ പറ്റാണ്ട് നേരം വൈകിട്ട് കുഞ്ഞി തൊഴുകാൻ സാധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും ആ ഒരു ആനന്ദം നഷ്ടപ്പെട്ടപ്പോൾ എന്നാണ് ഇവിടെ പറയുന്നത്. തവ വിരഹവിഷണ്ണ, വിരഹത്തിൽ ദുഃഖിച്ചതായ ഊഷ്മള ഗ്രീഷ്മതാപ, വെയിലിൻ്റെ ചൂടവർക്ക് അനുഭവപ്പെട്ടു. ഇതുവരെ അനുഭവപ്പെട്ടില്ല. ഭഗവാനുള്ളപ്പോൾ ചൂട് പോലും അനുഭവപ്പെട്ടില്ല. ഭഗവാൻ ഇല്ലാത്തപ്പോൾ വേനലിൻ്റെ വിഷമം, ചൂട് ഗോചരായി. ഊഷ്മള ഗ്രീഷ്മതാപപ്രസര വിസരദംഭസ്യാകുല തമ്പമാബു, വെള്ളം കുടിക്കണം എന്നവർക്ക് തോന്നി. മൃഗങ്ങൾക്കൊക്കെ ദാഹം വളരെ കൂടും നമ്മളെക്കാൾ. ധാരാളം വെള്ളം വേണം, നമ്മളെക്കാൾ വേണം വെള്ളം. ഈ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുക, അല്ലേ ആ വെള്ളമാണ് കുടിക്കുക. ഒരു ഗ്ലാസ്സിലൊന്നുമല്ല. അപ്പം അങ്ങനെ ദാഹം തോന്നി. വൃന്ദാവനത്തിൽ ചൂടൊന്നുമില്ല കേട്ടോ. വൃന്ദാവനം കടന്നുപോയി ഇവരെ. അപ്പോഴാണ് അതിർത്തി കടന്നപ്പോൾ ചൂട് അനുഭവം ഉണ്ടായത്. ഭഗവാനുള്ളപ്പോൾ ചൂടും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു വെള്ളം ദാഹിച്ച് തളർന്നു പോയി. വെള്ളം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ. കുറച്ച് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ജീവികൾക്കുണ്ട്. തളർന്ന് നമ്മൾ ആകെ പരവശമാവും. ഭക്ഷണം ഇല്ലെങ്കിൽ ലേശം ഒരു നേരമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം ഇല്ലെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെള്ളവും വായുവൊന്നും ഇല്ലെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ വെള്ളം കിട്ടാതെ വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദാഹത്താൽ ഈ പാവപ്പെട്ട പശുക്കൾ, മിണ്ടാപ്രാണികൾ ദുഃഖത്തിലായി. അനധികത നിദാക ക്രൗര്യ വൃന്ദാവനാന്താൽ, വേനൽക്കാലത്തിൻ്റെ കാഠിന്യം ഏൽക്കാത്ത വൃന്ദാവനം വിട്ട് ഐഷികത്തിലെത്തിയപ്പോൾ ചൂട് തുടങ്ങി. ബഹിരിതമുപയാത കാനനം ദേനവസ്ഥ, വളരെ ദൂരം വന്നു. ആ പശുക്കൾ രണ്ട് വിഷമമുണ്ട്. ഒന്ന് വേനലിലെ വിഷമം, ഒന്ന് അവൻ കൃഷ്ണൻ്റെ വിരഹം. തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ, രണ്ട് വിഷമാണ് അവിടെ. പ്രസര വിസരദംഭസ്യാകുല, വെള്ളം ദാഹിച്ച് സ്തംഭമാമ്പു, സ്തംഭിച്ച പോലെ നിന്നു. എവിടുന്നാ വെള്ളം കിട്ടുക എന്ന് അറിയാതെ. ത്വയിവിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദനസ വിളംബേദേനവസ്വൈരചാര, പലംബാസരപഥം നടക്കുമ്പോൾ പശുക്കൾ ഒന്നങ്ങനെ ഒറ്റപ്പെട്ട പോലെ സ്വൈരസഞ്ചാരം നടത്തി. സ്വൈരചാര തൃണകുതുക നിവിഷ്ട ദൂരദൂരഞ്ചരന്ത്യ, പുല്ലന്വേഷിച്ച് ദൂരത്തേക്ക് പോയി. അധികം ദൂരമാണ്, ദൂരം ഐഷീകത്തിൽ എത്തിച്ചേർന്നു. കിമവിനം ഐഷീകാക്യമീഷാംബഭൂ അനധികത നിദാകക്രൗര്യ വൃന്ദാവനാന്താത്, വേനൽക്കാലത്തിൻ്റെ ചൂട് ഏൽക്കാത്ത വൃന്ദാവനം വിട്ട് ബഹിരിതമുപയാത, കുറേ ദൂരം പോയപ്പോൾ കാനനം ദേനവസ്ഥ തവ വിരകവിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ, വേനൽ ചൂടും ഭഗവത് വിരഹവും രണ്ടും ചേർന്നപ്പോൾ വല്ലാതെ ദുഃഖമുണ്ടായി. സ്തംഭിച്ചു എന്നു, വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച് സ്തംഭിച്ച് എന്താ മാർഗം എന്ന് ചിന്തിച്ച് ദുഃഖിച്ച് നിന്നു. പ്രസര വിസരദ അംഭസ്യ, അംഭം വെള്ളം, അംഭസ്യാകുല വെള്ളം ദാഹിച്ച് സ്തംഭമാമ്പു, സ്തംഭിച്ച് നിന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.